എന്താ പറയാ, രജനീകാന്തും നയൻതാരയും അടിച്ചു പൊളിച്ചു. സൂപ്പർ, വെരി നൈസ്. ഒന്നാമത് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള സോങ് ആണിത്. അപ്പോൾ ആരായാലും ഈ പാട്ട് പാടി ആരായാലും ഒന്ന് ശ്രദ്ധിച്ചു പോകും. പിന്നെ അതുമാത്രമല്ല രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ആകെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ശ്രുതി ഇങ്ങോട്ട് വരുമ്പോൾ വിഷ്ണു അങ്ങോട്ടോടും, ശ്രുതി ഇങ്ങോട്ട് വരുമ്പോൾ വിഷ്ണു അങ്ങോട്ടോടും. എന്താ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശരി, സ്റ്റെപ്പ് ഇട്ടതാണല്ലേ? ശരി, ഓക്കെ. എന്തായാലും വളരെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരും കാണാനും നല്ല രസമുണ്ടായിരുന്നു. എനിവേസ്, നമുക്ക് രാജേഷിനോട് ചോദിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ചേച്ചി. നന്നായിട്ട് പെർഫോം ചെയ്ത് രണ്ടുപേരും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, ശ്രുതിയെ പേടിയാണോ വിഷ്ണുവിന്? ഒരു വിധത്തിൽ അടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താണ് ത്രൂ ഔട്ട് നിന്നിരുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടി എന്നുള്ളതിന് വിഷ്ണു ടോട്ടലി അങ്ങ് തിരിഞ്ഞു കളഞ്ഞു. ഇപ്പോൾ ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടേ ഇല്ല. അവസാനം തീരെ അങ്ങ് ബാക്ക് സൈഡ് ആവുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കാണിക്കായിരുന്നു ഇങ്ങോട്ട് തിരിയൂന്ന്. ഇവിടെ ക്യാമറയൊക്കെ ഉള്ള കാര്യം മറന്നുപോയി വിഷ്ണു ഇടയ്ക്ക്. ഏതായാലും പാടിയത് കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേർക്കും ഒരുപാട് ഇൻപെർഫെക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ പാട്ട് വിഷ്ണുവിൻ്റെ കാര്യം ആദ്യം പറയാം. പല്ലവി തന്നെ ചെറിയ ചെറിയ സംഗതികളുണ്ട്. ഞാൻ എവിടെയൊക്കെയാന്ന് പറയട്ടെ. കൊഞ്ചും നേരം ഒന്ന് പാടാമോ? கொஞ்சம் நேரம் கொஞ்சம் நேரம் எல்லை மீறக்கூடாதா, இந்த நேரம் இன்ப நேரம் இன்னும் கொஞ்சம் நீளாதா. എന്താണ് ഞാനീ പറഞ്ഞത്? നീളാദാ നീളാദാ ദാ ഒരു സാധനം കൂടെ വരണം. വിഷ്ണു പാടുന്നത് ഞാൻ പാടിത്തരട്ടെ വ്യത്യാസം. ദാ എന്നാണ് വിഷ്ണു പാടുന്നത്, ഞാൻ പാടുന്നത് ദാ. അതാ ഉണ്ട. അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും പാട്ടിൽ കേട്ടോ. അതുപോലെ അതും ഒരു ലാഗിലാണ് വീണത്. കറക്റ്റ് അതിൽ വന്ന് വീണിട്ടില്ല. അങ്ങനെ അതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടത്. പിന്നെ വേറൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ശ്രുതിക്ക് മേലെ എത്താത്തത് കൊണ്ട് ആ മഴയും നീയാക പാടിക്കൊടുത്തു. തീർച്ചയായിട്ടും അതൊരു വലിയ ഫീമെയിൽ ലൈനാണ്, എന്നാലും അത് വിഷ്ണു അത് പാടിക്കൊടുത്തത് വലിയ സന്തോഷം. പക്ഷെ ശ്രുതിയെ അതൊരു കോംപ്ലിമെൻറ്റിങ് ആണ് തീർച്ചയായിട്ടും കേട്ടോ. പിന്നെ ഈ സംഗതിയുടെ സ്ലിപ്പുകളാണ് ഞാൻ കൂടുതൽ എഴുതി വെച്ചിരുന്നത്. വിഷ്ണു പാടിയതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പാടിയത്. ശ്രുതിക്ക് ഈ പാട്ടിനകത്ത് ആശാജി അങ്ങ് നല്ല കൊഞ്ചലോട് കൂടിയാണ് പാടിയിരിക്കുന്നത്. അത് മിസ്സിങ് ആയിരുന്നു. കുറെ കൂടെ ഒന്ന് ഒതുക്കി ആ ഒരു ഭാവം കുറച്ചുകൂടെ വരായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം കണ്ണിൽ എന്താ പാടിയ? കണ്ണിൽ നീയഴക്, കണ്ണിൽ ഓർ നൂറഴക്, കണ്ണിൽ ഓരഴക് കയ്യിൽ നൂറഴക്, അങ്ങനെയല്ലേ? ളാ പറയണ്ട, അഴകാണ്. അഴകെന്ന് പറയണ്ട. പിന്നെ ബീജത്തിൽ ഹമ്മിങ് പാടിയില്ലേ? അതുവരെ ഉണ്ട്. അതാ എൻ്റെ വന്നില്ല, അനുമ്പ് നിർത്തിക്കളഞ്ഞു. മനസ്സിലായേ? അത് പാടിക്കുന്ന അതങ്ങനെ അത് ഒഴുകി വന്നങ്ങ് വീഴണം, അതിലേക്ക് ലാൻഡ് ചെയ്ത് വീഴണം. മനസ്സിലായി? അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ. പിന്നെ ഇടയ്ക്ക് സെക്കൻഡ് ചരണം തുടങ്ങിയപ്പം ശബ്ദം ഒന്ന് അടച്ചു. പെട്ടെന്ന് ടെക്സ്ചർ മാറി വോയിസിൻ്റെ. എന്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പാടിയ പോലെ തോന്നി. അതുപോലെ എനിക്ക് ആ കൊഞ്ചൽ വല്ലാതെ ആ ഒരു കുറച്ചുകൂടെ ഒരു ഫീലിംഗ് എക്സ്പ്രഷൻ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ശ്രുതി പാടിയതിനകത്ത് കേട്ടോ. ആ കൂടെ കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു. ജാസിയേട്ടാ, ആദ്യമായിട്ട് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എൻ്റെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു സോങ്ങാണ്. ആ സെലക്ഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരു ബിഗ് ക്ലാപ്പ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ആരൊക്കെന്ന് അതൊക്കെ ദീപകാണ് ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ട്
ആ ഒരു സൈഡെല്ലാം ഓക്കെ. ഓർക്കസ്ട്ര അങ്ങനത്തെ സിംഗിങ് കുറച്ച് സ്വീറ്റ് ആകായിരുന്നു രണ്ടുപേരുടെയും. മോൻ്റെ തീരെ തെറ്റില്ലെന്ന് പറയാൻ പറ്റും, പിച്ചിങ് പ്രോബ്ലം അല്ലാതെ. മോള് കുറച്ചുകൂടെ സ്വീറ്റ്നെസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ വരുന്നു. പിന്നെ പെർഫോമൻസ് രണ്ടുപേരും ഒരു സിങ്ക് പലയിടത്തും ഫീൽ ചെയ്തു, പലയിടത്തും സിങ്ക് ഔട്ടായിട്ടും ഫീൽ ചെയ്തു. ഓവറോൾ പെർഫോമൻസ് കുഴപ്പമില്ലെന്ന് പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ദീപകേട്ട. വിഷ്ണു ആൻഡ് ശ്രുതി, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ട് നല്ല മൂഡായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ പാട്ട് പാടുന്ന സ്റ്റേജിൽ കാണാനും കേൾക്കാനും. ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റ് കുറച്ചൊരു കോമിക്കലായിരുന്നെങ്കിൽ പോലും ശരിക്കും നിങ്ങൾ രണ്ടുപേരും കബഡി 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 എന്ന് പറഞ്ഞ പോലെ കറങ്ങി. അതുമാതിരി എനിക്ക് തോന്നിയത്, പിടി കൊടുക്കാതെ രണ്ടുപേരും പോകുന്നത് മാതിരി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ശ്രുതി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശ്രുതി ചിരിയും പാട്ടും ഉണ്ടായിരുന്നെങ്കിലും പാട്ടിലെ മൈന്യൂട്ട്സ് കുറച്ച് ശ്രുതിയുടെ കൈവിട്ട് പോയി. ഇപ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞു തന്നല്ലോ കുറേ കാര്യങ്ങൾ. അപ്പം അത്രയും ഡീറ്റെയിൽസ് ശ്രുതി ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വിഷ്ണുവിടെ പാട്ടിൽ എനിക്ക് തോന്നിയൊരു കാര്യം, പാട്ട് ശരിക്കും മനസ്സിലുണ്ട് വിഷ്ണുവിടെ, അതായത് എല്ലാം ഉണ്ട്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്ത് വരുന്ന സമയത്ത് ചില ലാൻഡിങ് നോട്ട്സിൻ്റെ മിസ്സിങ് വരുന്നുണ്ട്. എക്സ്പ്രസീവ് ആണ് വിഷ്ണു തീർച്ചയായിട്ടും. കഴിഞ്ഞ പാട്ടുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നല്ലൊരു ഡിഫറൻസ് തന്നെ വിഷ്ണുവിടെ. ഈ പ്രാവശ്യം ഡ്യുവറ്റ് ആണെങ്കിൽ പോലും തമ്മിൽ വിഷ്ണു വളരെ ഹെഡായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ശ്രുതി അതിൽ ഡിസ്കറേജ്ഡ് ആവണ്ട. ശ്രുതിയുടെ ഫീലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചും കൂടിയും എക്സ്പ്രസീവ് ആവണം ഈ പാട്ട്. ഇപ്പം ഇതിൽ ആശാജി പാടിയിരിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ പാട്ട് ഞാൻ ഇത്രയും പറഞ്ഞാൽ ഇപ്പം ആശാജിയും മധുബാലകൃഷ്ണനും പാടിയ പാട്ട് കേട്ടല്ലോ. ഇതിൻ്റെ ഇരട്ടി ഫീലായിരുന്നു വിദ്യാജി ഈ പാട്ട് മൂളിയ സമയത്ത്. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഞാനതിൻ്റെ ലിറിക്സ് അല്ല കേട്ടത്, എനിക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ തരുന്ന സമയത്ത് ഇതിൻ്റെ വേറൊരു രസം എന്ന് വെച്ചാൽ ഇത് ഞാൻ സ്റ്റുഡിയോയിലും അല്ല, എൻ്റെ വീട്ടിൽ തന്നെ കുറേ ദിവസം ഇരുന്ന് കേട്ട് ചെയ്തൊരു ഓർക്കസ്ട്രേഷനാണ്. അപ്പോൾ ഇത് ഫുൾ ടൈം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ വോയിസിൽ പുള്ളി ഹാർമോണിയം വായിച്ച് ആ ഒരു എക്സ്പ്രഷൻ, അതിൻ്റെ ഈ ഒറിജിനൽ റെക്കോർഡിൻ്റെ എക്സ്പ്രഷൻ്റെ 10 ഇരട്ടിയായിരുന്നു അദ്ദേഹം വെറും തന്നന്നാന്ന വാടി കിട്ടിയ എക്സ്പ്രഷൻ. അതിൻ്റെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം രണ്ടുപേരും വളരെ ജോളിയായിപ്പോയി സ്റ്റേജിൽ. കുറച്ച് ഭേദം വിഷ്ണു ആയിരുന്നു. ഇനിയും ഈ പാട്ടിൽ എക്സ്പ്രഷൻസ് നന്നായിട്ട് വരാനുണ്ട്. ആ ഒരു കൊഞ്ചുന്നതും പിന്നെ ക്യൂട്ട് ചെറിയൊരു കുറുമ്പും ഉണ്ടാവണം, എന്നാൽ ആ കൊഞ്ചലും വരണം, എന്നാൽ പാട്ടിൻ്റെ ഭംഗിയും വരണം. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പാട്ടിന് ഫീൽ മാറിപ്പോയിട്ടൊന്നുമില്ല. പക്ഷെ രണ്ടുപേരും മ്യൂസിക്കലി എനിക്ക് തോന്നുന്നു രണ്ടുപേരും ആദ്യമായിട്ട് പെർഫോമൻസ് ഇങ്ങനെ ഡുവറ്റ് വരുന്നതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കൂടുതലും, ഇല്ലേ? ആട്ടെ, നിങ്ങളുടെ ഈ നീല കളറും ആക്സിഡൻറ്റിലാണോ എല്ലാവരെയും പോലെ, അല്ല പ്ലാൻ ചെയ്ത് തന്നെയാണോ? ഓ, ആദ്യമായിട്ട് സമ്മതിച്ചൊന്ന് കൈയടിച്ചല്ല. ആദ്യമായിട്ടൊരു കപ്പിൽ സത്യം പറഞ്ഞു. ഇതുവരെ എല്ലാവരും മനഃപൂർത്തമായിട്ടാണ് അത് കണ്ടത്. ഇപ്പം ആദ്യമായിട്ട് അതൊന്ന് സത്യം പറഞ്ഞു. എന്തായാലും എനിക്ക് ശ്രുതിയുടെ വോയിസിൽ സ്ക്രാച്ചും ഉണ്ടായിരുന്നു സെക്കൻഡ് ചരണമൊക്കെ വന്നപ്പോൾ. എന്ത് പറ്റി ശ്രുതി? പറഞ്ഞോ? അറിയില്ല, പെട്ടെന്ന് മനസ്സിലായില്ലേ? തിരിച്ചറിഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ടൈം അങ്ങനത്തെ സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകുമ്പോൾ അത് എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പാടുമല്ലോ. അതായത് എക്സൈറ്റ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ ഈ ശബ്ദം തുറന്നു പോകുന്നത്. ഒതുക്കി പാടേണ്ടതൊക്കെ ശ്രദ്ധിക്കാതെ. അപ്പോൾ ആ തുറന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ വന്നു പോയ സ്ക്രാച്ചാന്ന് തോന്നുന്നു. എനിവേസ് നോ പ്രോബ്ലം, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. രണ്ടുപേരും ഇനിയും കുറച്ചും കൂടെയും നന്നായിട്ട് പാടുക. വിഷ്ണുവിൻ്റെ ഫാമിലിയിൽ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെ ആരുമില്ല. അമ്മ പാടുമായിരുന്നു കൊച്ചിലെ. അത് ശരി, സിംഗറാണ് അമ്മ? സിംഗറല്ല. വന്നിട്ടുണ്ടോ അമ്മ ഇവിടെ? ഇല്ലില്ല, വന്നിട്ടില്ല. ഇവിടെ ആരാ വന്നിട്ടുള്ളത്? അമ്മാവൻ വന്നിട്ടുണ്ടോ? ആ, ഓക്കെ. അമ്മാവൻ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. എനിവേസ് വിഷ്ണു, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ആദ്യം ശ്രുതിയുടെ മാർക്സ് ചോദിച്ചറിയാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ചേച്ചി, ഔട്ട് ഓഫ് 40? 28. താങ്ക് യു. 28 ഔട്ട് ഓഫ് 40. ദീപകേട്ട? 20. 20 ഔട്ട് ഓഫ് 30. 20. താങ്ക് യു സർ. 20 ഔട്ട് ഓഫ് 30 അഗൈൻ. ശ്രുതിക്ക് ഡ്യുവറ്റ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 68 മാർക്ക്. ഓക്കെ, ഇനി വിഷ്ണു. സെറ്റ്. ഓക്കെ. ചേച്ചി, ഔട്ട് ഓഫ് 40? 30. 30 ഔട്ട് ഓഫ് 40. ദീപകേട്ട? 23. 23 ഔട്ട് ഓഫ് 30. 23.
23 again. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ കഴിഞ്ഞ റൗണ്ടിൽ നിന്ന്. ഈ ഡ്യുവറ്റ് റൗണ്ടിൽ ജഡ്ജസ് വിഷ്ണുവിന് നൽകിയിരിക്കുന്നത് 76 മാർക്സ്.